പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ വേദന സംഹാരി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് പേരുകളുണ്ടാകും. പാരസെറ്റമോൾ, ഐബുബ്രൂഫൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും ഗുളികകളുടെ പേരായിരിക്കും അല്ലേ? എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന പെയിൻ കില്ലർ വാങ്ങാൻ നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോകേണ്ട ആവശ്യമില്ല. അതിനായി 5 പൈസ പോലും മുടക്കേണ്ട കാര്യവുമില്ല. നമസ്കാരം, ഞാൻ സുനിൽ പ്രഭാകരൻ. എത്നിക് ഹെൽത്ത് കോഡിൻ്റെ ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്ഥിരമായി വേദന സംഹാരികൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതൊന്നുമല്ല. അതിൻ്റെ പാർശ്വഫലങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? എന്നാൽ വേദനകൾ ഉണ്ടാകുമ്പോൾ അത് മാറ്റിയേ മതിയാകൂ, ശരീരത്തിനായിരുന്നാലും മനസ്സിനായിരുന്നാലും. ഇവിടെ നമ്മൾ ശരീരത്തിൻ്റെ വേദനകളെക്കുറിച്ചാണ് പറയുന്നത്. ഇത് പ്രകൃതിദത്തമായ രീതിയിൽ മാറ്റാൻ സഹായിക്കുന്ന ഒരു പെയിൻ കില്ലറാണ് പ്രശസ്ത ലൈഫ് സ്റ്റൈൽ കോച്ചായ ലൂക്ക് പുട്ടിനോ വിശദീകരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഊർജത്തിൻ്റെ സ്രോതസ്സായ സൂര്യപ്രകാശം തന്നെയാണ്. അതെ, സൂര്യപ്രകാശം വളരെ നാച്ചുറലായിട്ടുള്ള ഒരു പെയിൻ കില്ലറാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. സൂര്യപ്രകാശത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അത് നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ പ്രയോജനകരമാക്കാം എന്നും വിശദീകരിക്കുന്ന ഒരു വീഡിയോ ലൂക്ക് ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടു. ഇക്കാലത്ത് നടുവേദന, കഴുത്തുവേദന, കൈവേദന, മുട്ടുവേദന എന്നിവ വളരെ സാധാരണമായിരിക്കുന്നു. അത്തരം വേദനകളുടെ മൂലകാരണം വീക്കം അഥവാ ഇൻഫ്ലമേഷൻ ആണ്. സൂര്യനിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് രശ്മികൾക്ക് വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. സൂര്യപ്രകാശം പ്രകൃതിയുടെ ശക്തമായ ഔഷധമാണ് എന്ന് അദ്ദേഹം വീഡിയോയിൽ പറയുന്നു. ഇനി സൂര്യപ്രകാശം ഏൽക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ്? രാവിലെയോ വൈകുന്നേരമോ കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും സൂര്യപ്രകാശം ഏൽക്കാൻ അദ്ദേഹം ഉപദേശിക്കുന്നു. സൂര്യപ്രകാശത്തിൻ്റെ മറ്റ് ആരോഗ്യ ഗുണങ്ങൾ വൈറ്റമിൻ ഡിയുടെ ഏറ്റവും നല്ല ഉറവിടമാണ് സൂര്യപ്രകാശം. ഇത് എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനും സഹായിക്കും. വൈറ്റമിൻ ഡി പല രോഗങ്ങളുടെയും സാധ്യതകളെ കുറയ്ക്കാൻ സഹായിക്കുന്നു. നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ബെനിഫിറ്റ്സ് ഓഫ് സൺലൈറ്റ്, എ ബ്രൈറ്റ് സ്പോട്ട് ഫോർ ഹ്യൂമൻ ഹെൽത്ത് എന്ന പഠനം പ്രകാരം വൈറ്റമിൻ ഡിയുടെ കുറവ് ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം സൂര്യപ്രകാശം ഏൽക്കാത്തതിൻ്റെ കുറവാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. വൈറ്റമിൻ ഡിയുടെ അഭാവം കുട്ടികളിൽ എല്ലുകളുടെ വളർച്ചയെ ബാധിക്കുന്നു. മുതിർന്നവരിൽ ഇത് അസ്ഥിക്ഷയത്തിന് കാരണമാകാൻ സാധ്യതകൾ ഏറെയാണ്. ഇനി അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ വൈറ്റമിൻ ഡിയുടെ ഗുണങ്ങൾ കൂടുതൽ കിട്ടാനായി അമിതമായി സൂര്യപ്രകാശം ഏൽക്കാൻ ശ്രമിക്കരുത്. അത് മറ്റു പല ദൂഷ്യവശങ്ങളിലേക്കും നയിച്ചേക്കാം. സൂര്യാഘാതം തൊട്ട് സ്കിൻ ക്യാൻസറുകൾക്ക് വരെ കാരണമാകാൻ സാധ്യതയുണ്ട്. മിതമായ അളവിൽ സൂര്യപ്രകാശം രാവിലെയോ വൈകുന്നേരമോ കൊള്ളുന്നത് ആരോഗ്യത്തിന് നല്ലത് തന്നെ. നന്ദി, നമസ്കാരം.